നമസ്കാരം. വയനാട് പുനരധിവാസം പോലും ഇഴഞ്ഞു നീങ്ങുന്ന സമയത്ത് അതിദ്രുതഗതിയിൽ കഞ്ചിക്കോട് വൻ മദ്യനിർമ്മാണശാല സ്ഥാപിക്കാൻ അനുമതി നൽകുന്ന ഉത്തരവ് പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു സർക്കാർ. 20 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഒയാസിസ് കമ്പനിക്ക് റെഡ് കാർപ്പറ്റ് വിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലെ ഓയിൽ കമ്പനികളുടെ ടെൻഡറിൽ ഇടം നേടിയ ഏക സ്ഥാപനമാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ്. പാലക്കാട്ടെ ജലചൂഷണം ഒഴിവാക്കാൻ മഴവെള്ള ശേഖരണമുള്ള കമ്പനി, മലിനീകരണമില്ലാതിരിക്കാൻ സീറോ ഡിസ്ചാർജ് സാങ്കേതികവിദ്യ, ഒപ്പം 1500 പേർക്ക് തൊഴിൽ. നടപ്പ് സാമ്പത്തിക വർഷം മദ്യനയം പോലും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ മന്ത്രിസഭാ തീരുമാനത്തിൽ ദുരൂഹത മാത്രമല്ല, ഡൽഹി മദ്യനയ കേസിലെ പ്രതികളായ ഒയാസിസ് കമ്പനിക്ക് കരാർ നൽകിയതിൽ വൻ അഴിമതിയും ആരോപിക്കുന്നു കോൺഗ്രസ്. CPM-ന് പണമുണ്ടാക്കാനോ ഈ ബ്രൂവറി കരാർ? അതോ കുടിക്കുന്ന മദ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചാൽ എന്താണ് കുഴപ്പം? വെറുതെ പതയുമോ സംസ്ഥാനത്ത് ബ്രൂവറി വിവാദം? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം.